ധർമ്മം സ്ഥാപിക്കാനാ ആചാര്യന്മാര് വരുന്നത്, അധർമ്മത്തിന് കൂട്ടിക്കാനല്ല. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ധർമ്മം, ഹിന്ദു ധർമ്മം അങ്ങനൊന്നുമില്ല. മനുഷ്യർക്ക് ആചരിക്കാൻ ദൈവം ആചരിച്ചിട്ടുള്ള ഒറ്റ ധർമ്മേ ഉള്ളൂ. അതിൽ നിന്ന് തെറ്റിപ്പോയ എല്ലാവരോടും പറയൂ, ഇത് ശരിയല്ല മോനെ ബഷീറെ, ഇത് ശരിയല്ല മോനെ നൗഷാദേ, ഇത് ശരിയല്ല സുരേന്ദ്ര. ഞാനിന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോ ഈ ചീക്കിലോടുള്ള ഒരു പയ്യനാണ് നന്മണ്ട 13. ഞാൻ ചോദിച്ചു, മോനെ ജിന്നറിയോന്ന് ചോദിച്ചു. നിങ്ങൾ എവിടെയോ കണ്ടു പരിചയമുണ്ട് മോനെ, ചീക്കിലോട് പ്രസംഗം. ഞാൻ കേട്ട പ്രസംഗമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അമുസ്ലിങ്ങൾ നിങ്ങൾ കയ്യിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി. നന്മണ്ട 13 2 ദിവസം ഞങ്ങൾ പ്രസംഗിച്ചു, ബഹുമാനനായ കുട്ടമ്പൂരും തലേ ദിവസം ഞാനും. അത് കേൾക്കാൻ കേസരിയുടെ പത്രാധിപർ ഗോപാലൻകുട്ടി മാഷ് വരെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, വേദി പങ്കുവെച്ചവരാണ്. 6 മണിക്കൂർ സംവാദം നടത്തി. സ്വാമി ചിദാനന്ദപുരി, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നയായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടു, എം അക്ബറായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടു. നേരത്തെ റഷീദ് കുട്ടമ്പൂര് പറഞ്ഞ ഭാരതീയം പരിപാടിയിൽ ക്ഷണിച്ചു. എന്താ നിങ്ങളെ ക്ഷണിക്കായിരുന്നത്? അങ്ങോട്ട് നിങ്ങൾക്ക് ചിന്തിക്കുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്താ നിങ്ങളെ ക്ഷണിക്കാത്തത്? എന്താ ഞങ്ങളെ ക്ഷണിക്കുന്നത്? വർഗീയവാദികളാ ഞങ്ങളെങ്കിലും ഞങ്ങളോട് ഓൽക്ക് വലിയ പിരിച്ചോ? അതുകൊണ്ട് ആ തോക്ക് ഇനി എടുക്കരുത്. അത് പൊട്ടൂലനി, പൊട്ടിക്കൂലനി, സകല ഉണ്ടെങ്കിൽ ഞാൻ ചോർത്തി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ജാതി ബോംബ് ആദർശത്തെ ആദർശം കൊണ്ട് സുന്ദരായിട്ട് നേരിട്. അപ്പൊ കാണാ 5 ദിവസം സ്വന്തമായിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി പ്രസംഗിക്കട്ടെ. 5 ദിവസം നിങ്ങൾ പ്രസംഗിക്ക്. നിങ്ങൾ ഭൂതി വീർപ്പിച്ച സമസ്ത ഉണ്ടല്ലോ, ഒലിച്ച അറബിക്കടലിന്റെ ആഴങ്ങളിൽ പോയി പോകും. നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? നിങ്ങൾക്ക് പേടിയുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ 2 പ്രവർത്തകരാണ് കൂടെ കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? ഞങ്ങൾ 1 മണിക്കൂർ പ്രസംഗം 1 മിനിറ്റ് ആക്കി കിട്ടിയാൽ ഞങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചു നോമ്പെടുത്തില്ലേ? ആറ്റുനോറ്റ് കാത്തിരുന്നില്ലേ? അള്ളാഹു ഞങ്ങളോടൊപ്പം ഉണ്ട്. സത്യം വന്നു, അസത്യം പരാജയപ്പെടും, സത്യമേ വിജയിക്കുള്ളൂ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചു കൊടുക്കുക, സത്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. ഇനി വമ്പിച്ചൊരു തെറ്റിദ്ധാരണ ഇതോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്താണ്? അതായത് സാക്ഷാൽ ദൈവത്തോട് ആര് പ്രാർത്ഥിച്ചോ അയാളാണ് ആ വിഷയത്തിൽ ഇസ്ലാമിലെ മുസ്ലിം. ഒരാൾ വ്യഭിചരിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല എങ്കിൽ ആ കാര്യത്തിൽ അയാൾ മുസ്ലിമാണ്. ഒരാൾ കളവ് പറയുന്നില്ല, ഇസ്ലാം കളവ് പറയരുത് എന്നാ പറഞ്ഞത്. അതൊരു മനുഷ്യൻ സ്വീകരിച്ച ഓന്റെ നിറവും കോലവും നാടും ഇന്നലെ ഓൻ ആരായിരുന്നു എന്ന് നോക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഒരു അടിമയാണ് മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ഇസ്ലാം അല്ല. കാരണം മുഹമ്മദ് നബി പറയൂ പ്രവാചക, ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കുചേർക്കൂല. ഖുർആനാണ് 72-ാം അധ്യായം 20-ാമത്തെ വചന. അതുകൊണ്ട് ഒരു മുസ്ലിം അല്ലല്ലാത്ത നബീനോട് പോലും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അപ്പൊ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാള് സുരേന്ദ്രനാണെങ്കിൽ ആ വിഷയത്തിൽ സുരേന്ദ്രനാ മുസ്ലിം. ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിൽ കലാപവും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? ഹൈന്ദവ വേദഗ്രന്ഥം ഞാൻ ഇവിടെ ഉദ്ധരിക്കുണ്ടായി, പ്രമാണബദ്ധമായി വേദങ്ങൾ കൊണ്ടുവച്ച് ഉദ്ധരിച്ചു അല്ലേ? നിങ്ങൾ കേട്ടതാ എല്ലാരും. ഒറ്റ ദൈവത്തിന്റെ അടിമകളാ നമ്മൾ. ആ ദൈവത്തെ ആരാധിക്കണം പറഞ്ഞാൽ അവിടെ കലാപം ഉണ്ടാവുമോ? എല്ലാ കലാപവും ഇല്ലാതാകില്ലേ ചെയ്യുക? ബാബരി മസ്ജിദ് തന്നെ പൊളിഞ്ഞു പോയത് അങ്ങനത്തെ പേരിലല്ലോ സുഹൃത്തുക്കളെ. ഞാൻ ചോദിക്കുക നിങ്ങളോട്, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, അതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ ഐക്യമല്ലേ ഉണ്ടാവുക? സാഹോദര്യല്ലേ ഉണ്ടാവുക? ഒരച്ഛന്റെ അമ്മയുടെ മക്കളാന്ന് പറഞ്ഞാൽ തല്ല ഉണ്ടാവുക? അങ്ങനെ പറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ ഐക്യസംഘം എന്നുള്ള പേരിലാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ട്. ഐക്യസംഘം മുസ്ലിങ്ങൾക്കിടയിലുള്ള കലാപല്ലാതാക്കാൻ, എല്ലാ സമൂഹത്തിലുള്ള കലാപല്ലാതാക്കാൻ. രണ്ടാമതായ ഒരു തെറ്റിദ്ധാരണ, സുന്നിയും ക്രിസ്ത്യാനും തുല്യം എന്ന് പറയുന്ന ഒറ്റ വാചകെട്ട് കേൾപ്പിച്ചിട്ട് കണ്ടോ അള്ളാനെ റസൂലിനെ അനുസരിക്കുന്ന സുന്നിയും ക്രിസ്ത്യാനും തുല്യാന്ന് ബാലുശ്ശേരി പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞത്? കേട്ടോളൂ. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്റെ മുഴുവൻ ക്ലിപ്പിങ്ങുകളും പുരോഹിതന്മാർ ചെയ്ത പോലെ ഒരു വൈകൃതം ലോകത്തൊരാൾ ഇവർ ചെയ്തിട്ടുണ്ടാവില്ല. കേട്ടോളൂ നിങ്ങൾ. ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മനോജ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്തീയ പയ്യൻ എന്റെ പള്ളിയിൽ ഖുതുബ കേൾക്കാൻ വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് നിങ്ങളുടെ കേസറ്റുകളൊക്കെ കേട്ടിട്ടുണ്ട്, അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ഭാഗമായിരുന്നു യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ പടയാളികൾ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തു കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും എങ്കിലും എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ്. ഏലി ഏലി ലമ്മാ സബക്താനി, കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ? ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, യേശുക്രിസ്തു ശത്രു വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ബൈബിളിലുള്ളത്. എന്നിട്ട് ക്രിസ്ത്യാനികൾ പറയുന്നത് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ആളുകളാണ്, യേശുക്രിസ്തുവിനനുസരിച്ചാ രക്ഷപ്പെടും.
ഞാൻ അതിൽ ചോദിച്ച ചോദ്യമായിരുന്നു, യേശുക്രിസ്തുവിനെ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തു പടച്ചവനോട് രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കുമ്പോ ഒരാൾ നമ്മളെ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തുയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവൻ യേശുക്രിസ്തുവിന്റെ വഴിയിലാണോ അല്ല ദൈവത്തിന്റെ വഴിയിലാണോ അല്ല സാവൂടിന്റെ വഴിയിലാണോ എന്ന് ഞാൻ അതിൽ ചോദിച്ചിരുന്നു. ബുദ്ധി ഉള്ളവർക്കൊക്കെ അല്ലേ, അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. യേശുക്രിസ്തു പടച്ചവനോട് പ്രാർത്ഥിച്ച് കാണിച്ചില്ല, നമ്മളോ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. സുന്നികളോ ബദരീങ്ങളൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് കാണിച്ചു. സുന്നികളോ ബദരീങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. എന്താ ഞാൻ പറഞ്ഞു തന്നാൽ എളുപ്പത്തിൽ മനസ്സിലാവും. കേട്ടോ, അതുകൂടെ പറഞ്ഞുതരാം. ആദർശാണല്ലോ, പറയണല്ലോ. ഒരു ജോസഫ് ഇങ്ങോട്ട് വന്നു. ജോസഫ് വന്നിട്ട് ചോദിച്ചു, അല്ല മുഹമ്മദേ, ഈ മൊനമ്പത്ത് ബീവി എന്നിട്ടൊരു ബീവി ഉണ്ടല്ലോടാ. അതെ, അങ്ങനെ ഒരു ബീവി ഉണ്ട്. ആ ബീവി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ? ഉണ്ട്. എന്താ അങ്ങനെ? മൊനമ്പത്ത് ബീവി മുന്തിയ ബീവിയാണ്, പടച്ചോന് ഇഷ്ടപ്പെട്ട ബീവിയാണ്, വലിയ തുള്ളയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജോസഫ് ചോദിച്ചു, അല്ല ഈ നിങ്ങൾ ഫാത്തിഹ ഓതലുണ്ടല്ലോ? ഉണ്ട്. ഫാത്തിഹയില് മുഹമ്മദേ ഈ അവസാന ഭാഗം ഇങ്ങനെയല്ലേ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എന്താണ് അതിന്റെ അർത്ഥം? വഴിവെച്ചവരുടെയും കോപിക്കപ്പെട്ടവരുടെയും മാർഗത്തിൽ ഉൾപ്പെടുത്തരുത്. അത് ഞാനല്ലേ, ക്രിസ്ത്യാനിയായ ഞാനല്ലേ? അതെ, ഞങ്ങളല്ലേ? അതെ, ശരി. ഞങ്ങള് ക്രിസ്ത്യാനികള് വഴിവെച്ചവരാണെന്ന് പറയാൻ നിങ്ങൾ എന്താ കാരണം? അത് മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്. അല്ല, നീ മൊനമ്പത്ത് ബീവിനെ പറ്റി എന്തായും പറഞ്ഞ്? മഹദിയാണ്, വലിയ ആളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ടാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ശരി, അപ്പൊ മറിയം ബീവിയോ? അപ്പൊ കേട്ട സുന്നിയായ മോമനൊരു തോന്നൽ, ഇവൻ വഹാബി എങ്ങാണ്ടാണോ? കാരണം വിവരം വഹാബിക്കല്ലുണ്ടാവുള്ളൂ, ഇവൻ വഹാബി എങ്ങാണ്ടാണോ എന്നൊരു ചോദ്യം. അപ്പോ ഇയാളെ ചോദ്യം, ജോസഫിന്റെ ചോദ്യം, അല്ല ഈ മറിയം ബീവിയെ പറ്റി ഖുർആനിലുണ്ടോ? ഉണ്ട്. ഹദീസിലുണ്ടോ? മറിയം ബീവിന്റെ പേരിൽ ഖുർആനിൽ ഒരു അധ്യായം ഉണ്ടോ? മൊനമ്പത്ത് ബീവിനെ പറ്റി ഖുർആനിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോ മുഹമ്മദ് ചങ്കില ചോദ്യം. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു കുളത്ത് നശീകരണങ്ങള്, ഞങ്ങൾക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാൻ. അപ്പൊ വീണ്ടും ജോസഫിന്റെ ചോദ്യം, അല്ല മൊനമ്പത്ത് ബീവിനെ കുറിച്ച് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ലട്ടോ. നല്ല കിതാബിൽ എവിടെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. പിന്നെ എന്താണ്? ഊരും പേരറിയില്ല, മശൂറും കുറവല്ല, ബഹുമാനർ പീറന്നുള്ള നാട്. ഊരും പേരും ഒന്നും അറിയില്ല, പിന്നെ ബഹുമാനപ്പെട്ടോളി ജനിച്ച നാട്ടിലാ ഇത്. നിങ്ങൾക്കറിയോ, മുഹമ്മദ് നബി ജനിച്ച മക്കത്ത് തന്നെയാണ് അബൂജഹലും ജനിച്ചത്. എന്താ കാര്യം? കുടുംബത്തിലാ ജനിച്ചത്. എന്താ കാര്യം? ആളുകൾ ഇനി സഹോദരങ്ങളെ, സുന്നിയും ക്രിസ്ത്യനും തുല്യനാണെന്ന് മാത്രമാണ് ഇവരെല്ലാ സ്ഥലത്തും ഇടുന്നത്. ഇവിടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഈ കേസറ്റ് നിങ്ങൾ കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു ചെറിയ വിശദീകരണം. അതായത് ബൈബിളിൽ 4 വിധത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമുണ്ട്. അതായത് യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റാൻ വന്നു. ആ സമയത്ത് മുട്ടുകുത്തി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വീണു. ബൈബിൾ പറയാണ് ന്യൂ ടെസ്റ്റ്മെന്റില് ബൈബിൾ പറയാണ്, മത്തായിയുടെ യോഹന്നാൻ മാർക്കോസിന്റെ ഒക്കെ സുവിശേഷം, ആ സുവിശേഷത്ത് പറയാം അദ്ദേഹം മുട്ടുകുത്തി വീണു. എന്നിട്ട് 2 കൈകളും അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കണത്, കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ? ദൈവത്തോട് നേരിട്ട് ഇടയാളനില്ലാതെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങെന്നിൽ നിന്നുയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. എലോഹിം എലോഹിം ലമ്മാ ശബക്താനി. ബൈബിളിൽ വന്ന ആകെ അരാമിക് ഭാഷയിലുള്ള ഏതാനും സുറിയാനി ഭാഷയിലുള്ള ഏതാനും പ്രയോഗങ്ങളാത്. ഇത് പറഞ്ഞിട്ട് മനോജിനോട് ഞാൻ പറയാണ്, ക്രിസ്ത്യാനിയായ മനോജിനോട്, മനോജേ, യേശുക്രിസ്തു ആബൽ ഘട്ടത്തിൽ ഒരാൾ കൊല്ലാൻ വന്നപ്പോ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവർ ഒരാപത്ത് വരുമ്പോ യേശുക്രിസ്തു ദൈവത്തോടാണ് പ്രാർത്ഥിച്ചതെങ്കിലും അവർ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു. അവർ നേരായ വഴി വിട്ടിരിക്കുന്നു. അവർ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അവർ യേശുക്രിസ്തു കാണിച്ച വഴിയാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെയല്ലേ? പാർട്ടി നേതാവിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ നേതാവ് കാണിച്ച വഴി സ്വീകരിക്ക എന്ന സാമാന്യബോധം ആർക്കല്ലാത്തത്? എന്നിട്ട് ഞാൻ പറയാണെന്ത്, കാസർഗോഡ് നടന്നിട്ടുള്ള എന്റെ ഒരു പ്രസംഗമാണ്. സത്യത്തിൽ നിങ്ങൾ എന്നോട്, ഇവിടുത്തെ സുന്നികള്, നിങ്ങൾ ചോദിക്ക്. എന്നിട്ട് നിങ്ങളെങ്ങാനും ഇവരിടുന്ന എന്റെ 35 ക്ലിപ്പിംഗ് ഉൾക്കൊള്ളുന്ന കേസറ്റ് ഉണ്ടല്ലോ, അത് കേട്ടാ
പിന്നെ ക്ലിപ്പിംഗ് ഇടാൻ ഉസ്താദുമാരങ്ങൾ കൊണ്ടുവരൂല എന്ന് മാത്രമല്ല, ഓലെ കണ്ടാ മുഖത്ത് പോലും നിങ്ങൾ നോക്കൂല. അത്ര നിന്ദ്യരായി തീരും അവര്, അത്ര നിന്ദ്യരായി തീരും. രണ്ടാമത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞത്? ബദർ യുദ്ധം എന്നൊരു യുദ്ധം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളെ. എന്റെ പ്രിയപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇസ്ലാമിലെ ഒന്നാമത്തെ യുദ്ധമായിരുന്നു പ്രവാചകന്റെ കാലത്ത് ബദർ യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ 313 ആളുകളാണ് പ്രവാചകന്റെ കൂടെ ഉള്ളത്. അവരാവട്ടെ നോമ്പിലായിരുന്നു, പട്ടിണി പാവങ്ങൾ നോമ്പ് വെച്ച പകല റമദാനില് നല്ല പൊള്ളുന്ന ചൂട്. അവര് ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു ടെന്റില്. ഞങ്ങൾക്ക് തെളിവെന്താ? നിങ്ങൾക്കൊരു തെളിവില്ല, ഞങ്ങൾക്ക് തെളിവാ. 8-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ ഇത് നോട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ചോദിക്കണം, ബദരീങ്ങൾ ദൈവത്തോടല്ലാതെ അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചതിന് തെളിവും കെടുതരി. എന്നിട്ട് മുജാഹിദികളുടെ നേരെ നിങ്ങൾ കുതിര കയറ്. അവിടെ 313 ബദരീങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? ഇതെന്റെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. മുസ്ലിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാവുണ്ടല്ലോ. എന്താ അവിടെ? അവർ ഈ പ്രവാചകൻ 2 കൈകൾ ഉയർത്തിയിട്ട് അദ്ദേഹത്തിന്റെ കക്ഷത്തിലെ രോമം വരെ കണ്ടുവന്നാ ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കുന്നറിയോ? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനം. ആ വചനത്തിൽ എന്താ? ദൈവമേ, അല്ലാഹുവേ, ഈ ന്യൂനപക്ഷം പരാജയപ്പെട്ടാൽ പിന്നെ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹുവേ, പ്രപഞ്ചത്തിന്റെ നാഥ, നീ ഞങ്ങളെ സഹായിക്കണം, രക്ഷിക്കണം എന്ന് ദൈവത്തോട് ആര് പ്രാർത്ഥിച്ചു? 313 സഹാബികള്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബിലാൽ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖബ്ബാബ്, ഹുബൈബ്, അവരൊക്കെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു. ആ ബദരീങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ എന്തേ ചെയ്യുള്ളൂ? ആ ബദരീങ്ങൾ കാണിച്ച് അതേ വഴി സ്വീകരിക്കുക. ഇവരോ ആ ബദരീങ്ങളോട് എന്നെ പ്രാർത്ഥിച്ചു. ഏതുപോലെ? യേശുക്രിസ്തു ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ച് ആബൽഘട്ടത്ത് കാണിച്ചു കൊടുത്തിട്ടും ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ ബദരീങ്ങൾ ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു. പക്ഷെ സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാർ ദൈവത്തോട് പ്രാർത്ഥിച്ച അവരെ ആ വഴി വിട്ട് അവരോട് തന്നെ പ്രാർത്ഥിച്ചു. ഇക്കാര്യത്തിൽ ക്രിസ്ത്യാനിയും സുന്നിയും തുല്യമാണെന്ന് നാം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്രിസ്ത്യാനിയും സുന്നിയും തുല്യം എന്ന് മാത്രം പറഞ്ഞ പാരഗ്രാഫ് ഇട്ട് കേൾപ്പിച്ച ഈ നികൃഷ്ട ഹൃദയമുള്ള പുരോഹിത, നിന്റെ കാര്യം മഹ്ശറയിൽ എന്താ ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ. ഞങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ മുഴുവനും ടൈറ്റായി വരുമ്പോ ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് ലോകം ഓർത്താൽ നന്ന് എന്ന് ഞാൻ പടച്ചവനെ ഓർത്ത് പറയണം. സുഹൃത്തുക്കളെ, ഇതാണ് എല്ലാ കാര്യത്തിലുള്ള അവസ്ഥ. എല്ലാ വിഷയത്തിലുള്ളവരുടെ അവസ്ഥ എന്താ? ഇതാണ് അവരുടെ അവസ്ഥ. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇനിയോ ഞങ്ങളുടെ വാദത്തിൽ ഒന്നെന്താ പറഞ്ഞാൽ, പാപം ചെയ്യുന്നവൻ ആ പാപം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് നേരിട്ട് പശ്ചാത്തപിക്കണം എന്നാണ് ഇസ്ലാമിന്റെ വിധി. ഇപ്പൊ ഉദാഹരണം 2 നിലക്കുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു അമുസ്ലിമിനോട് തെറ്റ് ചെയ്തു. എന്റെ പ്രിയപ്പെട്ട ബാലേട്ടൻ, എനിക്ക് ബാലേട്ടനെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്നെ എല്ലാവരും എറണാകുളത്തൊക്കെ ബാലൻ എന്നാ വിളിക്കുന്നത്. എനിക്ക് സന്തോഷാ. എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ലല്ലോ. എറണാകുളത്തെ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ എന്നെ ബാലേട്ടൻ എന്നാ വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ പുതുമ നാളെ നിങ്ങൾ വിളിച്ചോളി ബാലേട്ടൻ. എനിക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല. സന്തോഷമാണ് എനിക്ക് ഇതിനുള്ളത്. ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇവര് കാർട്ടൂൺ വരെ വരച്ചു. അറിയാം നിങ്ങൾക്ക്? എന്റെ താടി വെച്ച് എന്റെ രൂപം വെച്ച് ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ആളുകളായി ഇവര്. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ബാലേട്ടനോട് ഞാനൊരു തെറ്റ് ചെയ്തു. 5000 രൂപ കടം വാങ്ങി, പറഞ്ഞ ഡേറ്റിന് കൊടുത്തില്ല. എങ്കിൽ ഇസ്ലാം പറയുന്നു എന്ത്? ബാലേട്ടന് കൊടുക്കാതെ ഒളിച്ചു കിടന്നു. എന്നാ ഇസ്ലാം പറയുന്നു, ബാലേട്ടന്റെ അടുത്ത് ചെന്ന്, ബാലേട്ടാ, ഞാൻ നിങ്ങൾക്ക് 5000 രൂപ തരാനുണ്ടായിരുന്നു, നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ല, നിങ്ങൾ എന്നോടത് മാപ്പാക്കി തരണം. ഇതാണ് ഒരു രീതി. അങ്ങനെ പറഞ്ഞാലേ ദൈവം നമുക്ക് പുറത്തു തരൂ. അതായത് ഉമ്മാനോട് തെറ്റ് ചെയ്ത ഉമ്മ മാപ്പാക്കുക, ഉമ്മ നമുക്ക് വേണ്ടി ദൈവത്തോടും പറയും, എന്റെ മോൻ ചെയ്ത തെറ്റ് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, ദൈവമേ നീ അവന് പുറത്തു കൊടുക്കണേ. ഇങ്ങനൊരു രീതി ഇസ്ലാമിൽ ഉണ്ടായി. അതായത് പ്രവാചകനെ വിധികർത്താവായി സ്വീകരിക്കാതെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ജൂതന്മാരായ ആളുകളെ വിധികർത്താവാക്കി. നമുക്കൊക്കെ അറിയാലോ, ഒരു പാർട്ടി നേതാവ് മധ്യസ്ഥനാകുമ്പോൾ അയാളെ വിട്ട് വേറൊരു പാർട്ടിന്റെ മധ്യസ്ഥനെ സ്വീകരിച്ചാൽ അത് പാർട്ടിക്ക് കീഴ്വഴക്കത്തിനെതിരാണ്. നിങ്ങൾക്കറിയാലോ. അതുപോലെ പ്രവാചകനെ വിധികർത്താവാക്കേണ്ടതിന് പകരം മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം എന്ത് ചെയ്തു? ജൂതന്മാരെ വിധികർത്താവാക്കി. ഒരു നേതാവ് എന്ന നിലയിൽ പ്രവാചകന് മനപ്രയാസം ഉണ്ടായി. അതുകൊണ്ട് ദൈവം ഇടപെട്ടു. 4-ാം അധ്യായം 64-ാമത്തെ വചനത്തിൽ പറഞ്ഞു, സത്യവിശ്വാസികളെ, വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും, നിങ്ങളോട് തെറ്റ് ചെയ്തു. കാരണം എന്താ? ഫലാ വറബ്ബിക ലാ യുക്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. അതായത് അതിന്റെ തൊട്ട് താഴെയുള്ള ആയത്താ 4-ാം അധ്യായം 64, 4-ാം അധ്യായം 65.
പ്രവാചകനെ വിധികർത്താവാക്കാത്ത കാലത്തോളം നിങ്ങൾ മുസ്ലിം ആവൂല. പ്രവാചകൻ ഒരു കാര്യത്തിൽ വിധി പറയാ, അങ്ങനെ വിധികർത്താവായി സ്വീകരിച്ചില്ല അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത്. അപ്പൊ എന്തായി അദ്ദേഹത്തെ അവര് ചെന്ന് കാണണം. എന്നിട്ട് അവർ പറയണം, നിങ്ങൾ നേതാവായിരുന്നു, നിങ്ങളെ ഞങ്ങൾ അനുസരിച്ചില്ല, ഞങ്ങൾ നിങ്ങളോട് തെറ്റ് ചെയ്തു, നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണം. എന്നിട്ടോ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ പാപം പുറത്തു തരാൻ. നേതാവിനെ ധിക്കരിച്ചു, അതൊരു പാപമാണ്, അത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ദൈവം സ്വീകരിക്കണമെങ്കിൽ നിങ്ങളോടാണല്ലോ ഞങ്ങൾ തെറ്റ് ചെയ്തത് നേരിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് തേടണമെന്നാ, അല്ലാതെ മുഹമ്മദ് നബിയോട് തേടണമെന്നല്ല. അതിനെ സംബന്ധിച്ച് സുന്നി പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ പേരോട് ഉസ്താദ് കാസർഗോഡ് ഉസങ്കടിയിൽ നടന്ന വാദപ്രതിവാദത്തിൽ പറയുന്ന കൃത്യമായ ഒരു സാങ്കല്പികമായ കാര്യവും അതുപോലെ തന്നെ അപ്രായോഗികമായ ഒരു ദർശനവും നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രം അല്ല, വഫാത്തിന്റെ ശേഷം, ഞാനൊന്നുകൂടി വായിക്കാം, ശരിക്കും മൗലവി ഒന്ന് മനസ്സിലാക്കണം. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായി തീരുന്നു. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ ഒരക്രമം, അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണമുണ്ടാക്കുകയോ ഒഴിവ് കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. അപ്പൊ അല്ലാഹു അറിയിക്കുന്നത് ഇതാണ്. പിന്നെ മുജാഹിദിന്റെ അഭിപ്രായം വേറെ ഉണ്ട് അതിന്റെ ശേഷം, അതാ നിങ്ങൾ വായിച്ചത്. മുജാഹിദിന്റെ അഭിപ്രായം എന്താ? അതിന്റെ ശേഷം പറഞ്ഞു, ഇപ്പറഞ്ഞത് റസൂൽ തിരുമേനിയുടെ കാലത്തുള്ളവരെ സംബന്ധിച്ചാണെന്ന് വളരെ വ്യക്തമാണ്. അതിന്റെ തെളിവായത്തല്ല, ഹദീസല്ല, കേട്ടോളൂ തെളിവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെല്ലലും അവിടുന്ന് പാപമോചനം തേടലും അവിടുത്തെ ജീവിതകാലത്ത് മാത്രമാണല്ലോ സാധ്യമാവുക. അയ്യോ, ഒരു ടിക്കറ്റ് എടുത്ത ആർക്കും കഴിയും. ആർക്കാണ് അതിന് കഴിയാത്തത്? അല്ലാത്ത സാധ്യമല്ല നിങ്ങൾ പറയുന്നു. എല്ലാ ദുബായും ഖത്തറിലൊക്കെ പോകുന്ന നിങ്ങൾക്ക് അവിടെ മാത്രം പോകാൻ സാധ്യമാകുന്നില്ലെന്നോ? അതിനെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും പറഞ്ഞത് നബിയോട് പറയാൻ വേണ്ടി പോകുന്ന പരിപാടിയില്ല. നബിയോട് പറയാൻ വേണ്ടി വിളിച്ചാൽ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, അതിനു വേണ്ടി വരൂ എന്ന് പറഞ്ഞ് കപട വിശ്വാസികളെ വിളിച്ചാൽ ലൗറൂസഹും, അത് സാധ്യമല്ല, തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂന, അവര് പിരിഞ്ഞു പോകുന്നത് കാണാം. എന്തുകൊണ്ട്? വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അവർ കിബറന്മാരാണ്. ഞങ്ങളെ പഠിച്ചവനോട് ഞങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹ് മതി, അതിലിടയ്ക്ക് ഒരു നബിന്റെ ശുപാർശ വേണ്ട എന്ന അഹങ്കാരമാണ് എന്ന് ഖുർആൻ കപട വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പൊ സാധിക്കൂല എന്നാ പറഞ്ഞത്, ഖുർആനിലുണ്ട് എന്നല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താണ്? അത് കേട്ടോളൂ. എന്ത് പാപം ചെയ്താലും റസൂൽ തിരുമേനിയുടെ ഖബറിങ്കൽ ചെന്ന് സങ്കടം പറഞ്ഞാൽ മതിയെന്നും മറ്റുമുള്ള ചില അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നീതീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി ചില തൽപര കക്ഷികൾ ഈ വചനം ഉപയോഗപ്പെടുത്താറുണ്ട്. അതെങ്ങനെ? സഹോദരങ്ങളെ, സുന്നി പ്രസ്ഥാനവും മുജാഹിദിന്റെ പണ്ഡിതന്മാരും കാസർഗോഡ് വെച്ച് നടന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയത്തിൽ നടന്നൊരു വാദപ്രതിവാദത്തിന്റെ രംഗങ്ങൾ ഇപ്പൊ കേട്ട്, എങ്ങനെ ലോകത്താർക്കെങ്കിലും തെറ്റുപറ്റിയ ടിക്കറ്റ് എടുത്ത് ജിദ്ദയിലെ എയർപോർട്ടിൽ ഇറങ്ങാൻ, എന്നിട്ടോ മദീനത്ത് പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിന്റെ അടുത്ത് എന്ന് ആ പ്രവാചകനോട് മാപ്പ് ചോദിച്ചാലല്ലാതെ അല്ലാഹ് പുറത്തു തരൂല എന്നാണത്രേ ഈ വചനം പറഞ്ഞത്. ലോകത്ത് പ്രിയപ്പെട്ടവരെ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുൽ മുസ്ലിമീൻ അദ്ദീനു യുസ്റുൻ. വിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം 78-ാമത്തെ വചനത്തിൽ പറയാണ്, അല്ലാഹു നിങ്ങൾക്ക് ഈ മതത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹു നിങ്ങൾക്ക് ഈ മതത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. പേരോട് ഉസ്താദ് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ആർക്കാണ് ടിക്കറ്റ് എടുത്ത് സൗദിയിൽ പോകാൻ കഴിയാത്തത്?
പാവം പിടിച്ച എന്റെ സമസ്തക്കാരിൽപ്പെട്ടവരെ, നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ പോലെ കേരളത്തിലെ മുഴുവൻ സുന്നികൾക്കും ടിക്കറ്റ് എടുത്ത് നബിയുടെ ഖബർസ്ഥാനിൽ ചെല്ലാൻ സാധിക്കുമോ? നിങ്ങൾ പറ. അങ്ങനെയെങ്ങാനും അള്ളാഹു പാപം ചെയ്തവന്റെ പാപം പൊറുക്കാൻ ഇങ്ങനെ ഒരു നിബന്ധന റബ്ബ് വെച്ചിരുന്നുവെങ്കിൽ നാം ആരെങ്കിലും സ്വർഗത്തിലെത്തുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പുരോഹിതന്മാരുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? ഇവർ നമ്മളെ ക്ഷണിക്കുന്നത് അങ്ങോട്ടാണെന്നറിയോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. കരിപ്പൂർ എയർപോർട്ടിൽ കേരളത്തിലെ മുഴുവൻ പാപം ചെയ്ത മുസ്ലിങ്ങളും, പാപം ചെയ്ത മുഴുവൻ മുസ്ലിങ്ങളും, എന്തെങ്കിലും പാപം ചെയ്യാത്ത മൗസൂമിങ്ങളുണ്ടോ? സുന്നി മുസ്ലിയാക്കന്മാരില്, മുജാഹിദ് മൗലവിമാരില്, ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ഉണ്ടോ? ഇനി നിങ്ങൾ ആലോചിച്ചു. പേരോട് ഉസ്താദ് എന്താ പറഞ്ഞു? ടിക്കറ്റ് എടുത്ത് പോയിക്കൂടെ? നിങ്ങൾ ഖത്തറിലും ദുബായിലും കുവൈത്തിലും ഒക്കെ പോകുന്നോലല്ലേ, അവിടെ മാത്രം പോകാൻ പറ്റൂലെന്നോ? അത് തന്നെയാണ് അബ്ദുല്ലാഹിബ്നു സബ എന്ന മുനാഫിക്ക് പറഞ്ഞ്. അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുത്ത് മദീനത്ത് പോകാത്തവനൊക്കെ മുനാഫിക്ക്. അപ്പൊ സമസ്തയിലെ പേരോടൊഴിച്ച് കോടിക്കണക്കിന്, അല്ലെ അങ്ങനെയാണല്ലോ നിങ്ങൾ വിശ്വാസം, ലോകം മുഴുവനും സമസ്തയാണ്. ആ സമസ്തക്കാരും മുഴുവൻ ആരായി? മുനാഫിക്കുകളായി. കാരണം എന്താ? എടോ, ടിക്കറ്റ് എടുത്ത് നബീന്റെ ഖബറെടുത്ത് ചെന്നിട്ട് പാപമോചനം തേടിയിട്ടില്ലേ, പാപം പൊറുക്കൂല. ടിക്കറ്റ് എടുക്കാൻ പൈസ ഒന്നുമില്ല, എനിക്ക് പറ്റില്ല. അബ്ദുല്ലാഹിബ്നു സബ മുനാഫിക്ക് തലയങ്ങ് തിരിച്ചു കളയും. ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദേ തൽക്കാലം ജയിച്ചാലും ഈ സമൂഹത്തെ എങ്ങനെ കഴുത്ത് മുരുണ്ടി കൊല്ലണോന്നൊന്നും ചോദിച്ചു നോക്ക്. ഇനി ആലോചിച്ച് നോക്ക്. എല്ലാരും കേരളത്തിലെ മുഴുവൻ എത്ര ലക്ഷം മുസ്ലിങ്ങളുണ്ട്? ആ മുസ്ലിങ്ങളൊക്കെ കരിപ്പൂർ എയർപോർട്ടിൽ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നവര് അവർ ചോദിക്കും, നിങ്ങളെല്ലാം കൂടി ഇപ്പൊ എന്താ ഇളകി പുറപ്പെട്ട്? ഒന്നുമില്ല, ഞങ്ങളൊക്കെ ചെറിയ ചെറിയ പാവങ്ങൾ, സ്ത്രീധനം വാങ്ങിയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഇടയ്ക്ക് വീശുവലി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പലിശയുമായി ബന്ധപ്പെടുന്നവർ ഭൂരിപക്ഷം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, സ്വവർഗരതിയിൽ ഏർപ്പെട്ടവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, വ്യഭിചരിച്ചു പോയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഉസ്താദ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് അള്ള പുറത്തു തരണോ? ടിക്കറ്റ് എടുക്കണം, തല തിരിച്ചൊന്നും കളയരുത്. അങ്ങനെ വന്ന ജിദ്ദ എയർപോർട്ടിൽ ലോകത്തെ 54 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ, ലോകത്തിന്റെ നാനാഭാഗത്ത്, ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം, ഇന്ത്യ ആകട്ടെ ലോകത്തിലെ 2ാം മുസ്ലിം വെച്ച ഭൂരിപക്ഷ രാജ്യം, ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ജിദ്ദ എയർപോർട്ടിൽ ഇതിന് ചെന്നാലുള്ള അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ഇങ്ങനൊരു അപ്രായോഗിക മതം ഇസ്ലാമിനെ ഇടിച്ചു താത്തിയാണെങ്കിലും തനിക്കും തന്റെ കൂട്ടാളികൾക്കും രക്ഷപ്പെടണമെന്ന ഈ ദുഷ്ടഹൃദയം പേറിയ മനുഷ്യ, നാളെ മത്സരയുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ വമ്പിച്ച കാടളക്കിയ മറ്റൊരു വിഷയം എന്താണെന്നറിയോ? കെ ഉമർ മൗലവി സാഹിബ് മഹാനായ നേതാവായിരുന്നു അദ്ദേഹം. ആ നേതാവ് ജാതി മതഭേദമന്യേ ഇസ്ലാമിന്റെ ദേവത്തെത്തിച്ച, മാതൃഭൂമിയിൽ എഡിറ്റോറിയൽ കോളം എഴുതിയ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കെ ഉമർ മൗലവി സാഹിബ് അവർകളാണ്. ഓർക്കണം നിങ്ങൾ. ആ ഉമർ മൗലവിന്റെ മകൻ ബഷീർ എന്നൊരുത്തൻ ജട പിടിച്ച മുടിയൊക്കെ ആയിട്ട് വളരെ മോശമായിട്ട് ഇസ്ലാമിലൊന്നും അല്ലാതെ ജീവിക്കുന്നുണ്ട്. ആ ആളെപ്പറ്റി ഇവരുടെ ഉന്നതന്മാരായ പണ്ഡിതന്മാർ പറയുന്നതും ഞങ്ങളെ കൊച്ചാക്കിയതും നിങ്ങളൊന്ന് കേൾക്കി. ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ, അല്ലാഹുവിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പായി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അവസാനം കത്തെഴുതിയ നമ്മൾ ഉമർ മൗലവി. ഹസൻ മുസ്ലിയാർ, അസ്ലിം തസ്ലം വഇല്ലാ ഫഇന്ന അലൈക ഇസ്മ അത്ബാഇക, നിങ്ങളെ പിന്തുടരുന്ന ആളുകളുടെ കുറ്റവും കൂടി നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് മുസ്ലിം ആകണം എന്ന് പറഞ്ഞാൽ മുജാഹിദ് ആകണം എന്ന് ചുരുക്കം, അല്ലെ? മരണമാസന്നമായ സമയത്ത് കത്തെഴുതുകയാണ് ആര്? മൗലവി. എന്നിട്ടോ ആ കത്ത് യഥാർത്ഥത്തിൽ ഫലം ചെയ്തത് തന്റെ സ്വന്തം മകൻ ബഷീർ മാഷ് എന്ന് പറയുന്ന, അല്ലെ, ബഷീർ എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ മകന് കേരളത്തിലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ആ കത്ത് കൈമാറേണ്ടി വന്നു. ആ മകൻ ബഷീർ മാഷ് എന്ന് പറയുന്ന ആള്, അയാള് പ്രകൃതി ജീവിതക്കാരനായി മതം വിട്ട് എല്ലാം വിട്ട് ഇപ്പോ ജടപിടിച്ച മുടിയുമായി അലസമായി നീണ്ടുകിടക്കുന്ന താടിയുമായി ആ മാഷ് ഇപ്പോൾ പാമ്പുകളുടെയും തേളുകളുടെയും ഒക്കെ ഇടയിൽ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ആശയങ്ങളോ ആദർശങ്ങളോ ഇല്ലെന്ന് മാത്രമല്ല, ആ കത്ത് ഉമർ മൗലവി എഴുതി വെച്ച ആ കത്ത് ഈ മൗലവിക്ക് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകം കാലം നൽകുന്ന തിരിച്ചടികളിൽ പെട്ടതാണത്. ആ ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിൻ്റെ എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ മുഴുവനും
ശ്രദ്ധാകേന്ദ്രമായിരുന്ന EK ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി EK ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങിതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അത് കേരളത്തിലെ ഉമർ മൗലവിയുടെ ഒരു മകൻ, അയാൾ എഴുതി വെച്ച കത്ത് സുന്നികൾ ആ മകന് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ സുന്നത്യമായത്തിന്റെ ആലിമീങ്ങളെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ച് പ്രസംഗിച്ച് നടന്ന മൗലവിമാർ അതിന്റെ ദുരന്തങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന്റെ ശിക്ഷകൾ അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഞാൻ ആ ഭാഗങ്ങളൊന്നും വിശദീകരിച്ചിപ്പോൾ സംസാരിക്കുന്നതിനൊരു തുടക്കം മാത്രമാണ്. സ്വന്തം മോൻ കാഫറായിട്ടൊരു മൗലവിയെ കണ്ടില്ലേ? ആ മൗലവി എന്തേ മൗലവിന്റെ മോനിങ്ങനെ പോയി നിങ്ങൾ മനസ്സിലാക്കിയോ? ജാറത്തെ പറഞ്ഞിട്ട്, ഔലിയാക്കളെ പറഞ്ഞിട്ട്, ആലിമീങ്ങളെ പറഞ്ഞിട്ട്, അമ്മിയാക്കളെ പറഞ്ഞിട്ട് കേട്ടോ. സഹോദരങ്ങളെ, സ്വന്തം മകൻ കാഫിറായി മരിച്ച ഒരാളങ്ങൾ കണ്ടിട്ടില്ലേ? ഉമർ മൗലവിക്ക് ഒരുപാട് മക്കളുണ്ട്. ആ മക്കളിൽ ഒരു മകൻ നിങ്ങൾ കണ്ട ബഷീർ സാഹിബ്, അദ്ദേഹം അങ്ങനെ ആയിപ്പോയത് ജാറത്തെ പറ്റി പറഞ്ഞിട്ട്, ഔലിയാക്കളെ പറ്റി പറഞ്ഞിട്ട്. സക്കാഫിമാർക്ക് എപ്പോഴേ വഹി ഇറങ്ങിയത്? അതുകൊണ്ടാ ഓന്റെ ഉമർ മൗലവിന്റെ മോൻ പേച്ചു പോയതെന്ന് ഇവർക്ക് എവിടുന്ന് വിവരം കിട്ടി? ഞാൻ ഒരു കാര്യത്തിൽ വല്ലാതെ ചിന്തിക്കുകയാണ്. നൂഹ് നബീന്റെ കാലത്ത് സക്കാഫിമാരില്ലാത്ത നൂഹ് നബീന്റെ ഭാഗ്യോ. നൂഹ് നബിയുടെ മകൻ തൂഫാനിൽ, പ്രളയത്തിൽ, വെള്ളത്തിൽ മുങ്ങി മരിച്ച് കാഫറായി മരിച്ചത് ഏത് ദർഗയെ കുറ്റപ്പെടുത്തിയിട്ട സക്കാഫിമാരെ? നിങ്ങൾക്ക് തൽക്കാലം രക്ഷപ്പെടണം, കയ്യടിപ്പിക്കണം, ആളുകളെ ചിരിപ്പിക്കണം. നിങ്ങൾ ഇത് പറയുക വഴി ഇസ്ലാമിനോട് നിങ്ങൾ ചെയ്ത ക്രൂരത എന്താ നിങ്ങൾക്കറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇല്ലാ ഖൗല ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ഒരു കൗലൊഴികെ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ, അദ്ദേഹം മുശ്രിക്കായി കാഫിറായി മരിച്ചുപോയത് ഇബ്രാഹിം നബി ഏത് ദർഗയെ പറ്റി പറഞ്ഞിട്ടാ പ്രിയപ്പെട്ട സക്കാഫിമാരെ? ഇനിയോ ഫഖാല അന റബ്ബുക്കുമുൽ അലാ എന്ന്, ഞാനാണ് അത്യുന്നതനായ ദൈവം എന്ന് പറഞ്ഞ പച്ചക്കാഫിറായ ഫിറൗന്, ആ ഫിറൗനിന്റെ ഭാര്യക്ക് അല്ലാഹു പിന്നെന്തേ ഹിദായത്ത് കൊടുത്തത്? അപ്പൊ അങ്ങനെയുണ്ടല്ലേ ഇസ്ലാമില്? കാഫിറായവന്റെ ഭാര്യക്ക് ഹിദായത്ത്, മുഗ്മിനായ പ്രവാചകന്റെ ഭാര്യക്ക് ഹിദായത്തില്ല. അതല്ലാന്റെ തീരുമാനമാണല്ലേ, പടച്ച തമ്പുരാന്റെ തീരുമാനമാണല്ലേ. കേരളത്തിലെങ്ങാനും ഞങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങളുടെ വലിയ വലിയ ഉസ്താദുമാരുടെ മക്കളുടെ ജീവിത ചരിത്രമെങ്ങാനും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ കേരളം വിട്ട്, ഇന്ത്യ വിട്ട്, ഇന്തോനേഷ്യ വിട്ട് അറബിക്കടലിന്റെ 7 അടകലങ്ങളിലേക്ക് നിങ്ങൾ മുങ്ങിത്താങ്ങുന്നു പോകും. അത് ഞങ്ങളുടെ രീതിയല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഇസ്ലാമികമായി മനസ്സിലാക്കണം. എന്താണ് ആ കാര്യം? വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിറഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഖുർആൻ വിശദീകരിച്ചതാണ് ഫിറഔനിന്റെ ഭാര്യയെ കുറിച്ച്. അവർ മുഅ്മിനത്തായി. നേരെ മറിച്ച് വളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വ ഇംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ. നിങ്ങൾക്കറിയാലോ, പ്രവാചകന്മാരിൽ, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആളാണ് നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് അലൈഹിസ്സലാമിന്റെ ഭാര്യ സത്യനിഷേധിനിയായി മരിച്ചുപോയത് നൂഹ് നബി ഏത് ദർഗയെ പറ്റി കുറ്റം പറഞ്ഞിട്ടാ സഖാഫിമാരെ? എന്റെ പ്രിയപ്പെട്ട പാവം പിടിച്ച സുന്നി സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ ഉസ്താദുമാർക്ക് ഖുർആൻ അറിയില്ല, നിങ്ങളുടെ ഉസ്താദുമാർക്ക് ദീൻ അറിയില്ല, നിങ്ങളുടെ ഉസ്താദുമാർക്ക് ചരിത്രം അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഉത്തമനായ പ്രവാചകനുണ്ടോ? ആ നബിയുടെ വല്യാപ്പ
ആ നബിയുടെ പിതൃവ്യൻ യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ആ മൂത്താപ്പ ഹിദായത്ത് കിട്ടാതെ മരിച്ചു പോയപ്പോ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഖുർആനിലെ 28-ാം അധ്യായം 56-ാമത്തെ വചനമാണ്. നബി എത്ര ഇഷ്ടപ്പെട്ടു, എത്ര ആഗ്രഹിച്ചു, എത്ര പ്രതീക്ഷിച്ചു, എത്ര പ്രാർത്ഥിച്ചു. നബിയുടെ കൂടെ ജീവിച്ചിട്ട് സത്യം ഇതാണെന്ന് മനസ്സിലായിട്ട് പോലും ഹിദായത്ത് കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. സൂറത്ത് ഖസസ് നിങ്ങളുടെ ഉസ്താദുമാർ കണ്ടിട്ടുണ്ടാവില്ല. ഖുർആനിൽ അങ്ങനെ ഒരു അധ്യായം ഖുർആനിലുണ്ട്. സാധാരണക്കാരെ നിങ്ങൾക്ക് വേണ്ടി 28-ാം അധ്യായം 56-ാമത്തെ വചനമാണ്. അത് 1,00,000 തവണ എഴുതി ചാർട്ടാക്കി ഈ രണ്ട് ഉസ്താദുമാരുടെ കഴുത്ത് ചാർത്തി കൊടുക്ക്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മോചനവും മോക്ഷവും ഉണ്ടാകട്ടെ ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക്. ഇനിയോ ഉമർ മൗലവി ഏതായാലും ഔലിയല്ലല്ലോ, അല്ല, ഒരു സാധാ മനുഷ്യൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഔലിയാക്കൾ ഇല്ല എന്നാണല്ലോ എന്നോടൊരാള് ഒരു യാത്രയില്, നിങ്ങളുടെ കൂട്ടത്തിൽ ഔലിയാക്കളുണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഔലിയല്ലല്ലോ. ഇത് മടവൂർ CM വലിയുള്ളാഹി, ഇത് വലിയല്ല. നിങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ, നിങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ലല്ലോ. ഇത് എഴുതിയതാരാ? ഷാവുൽ ഹമീദ് ബാക്കവി, ശാന്തപുരം. ഇതില്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഇതില്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈ പുസ്തകം CM വലിയുള്ളാഹി നമ്മുടെ മടവൂരെ, ആ പുസ്തകത്തിൽ സുന്നി പണ്ഡിതന്മാർ CM വലിയുള്ളാഹിയെ പറ്റി എഴുതുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. അത്രത്തോളം ഉണ്ടോ ഉമർ മൗലവിന്റെ മോനെ എന്ന് നിങ്ങളൊന്ന് അങ്ങോട്ട് ചിന്തിച്ചു നോക്കി. എന്നിട്ട് മതി. മുട്ടും കൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ വിളിക്കല്ലേ മോനെ. കേട്ടോളി. പിന്നീട് സർവം മറന്ന് ഊരു ചുറ്റുന്ന കാലത്ത്. എങ്ങനെ സർവം മറന്നേ? ഒരു മുസ്ലിം സർവം മറക്കുന്നവനാ? ഒരു മുസ്ലിം സർവം ഓർക്കുന്നവനാ? പള്ളിയിലിരിക്കുമ്പോൾ നബിക്കൊന്നും ഭാര്യമാരുള്ള ബന്ധം കുറഞ്ഞോ? നേരെ ഭാര്യമാരെടുത്തു വരും. അവിടെ ഇരിക്കുമെന്നൊന്നും പള്ളിയില്. അങ്ങനെ എല്ലാ ബന്ധങ്ങളും പാലിച്ച വൈയക്തിക വൈദേശിക രാഷ്ട്രീയ രാഷ്ട്രാന്തരീയ വിശ്വാസ കർമാചാര കൗടംബിക രാഷ്ട്രീയ സാമ്പത്തിക ദാമ്പത്തിക മേഖലകളിൽ ഉജ്ജ്വലമായ പ്രഖ്യാപനം നടത്തിയ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം CM വലിയുള്ളാഹിനെ പോലെയായിരുന്നോ? ചിന്തിച്ചോ. പിന്നീട് സർവം മറന്ന് ഊരു ചുറ്റുന്ന കാലത്ത് സ്വാഭാവികമായും വസ്ത്രത്തെക്കുറിച്ച് തീരെ ശ്രദ്ധിക്കാതെയായി. ഖുർആനിൽ രണ്ടാമതിറങ്ങിയ വസ്ത്രത്തെ പറ്റി ശ്രദ്ധിക്കണം എന്നാ. നബിയെ, വസ്ത്രത്തെ പറ്റി ശരിക്കും ശ്രദ്ധിക്കണം. 74-ാം അധ്യായം 4-ാമത്തെ വചനം എഴുതി ഒട്ടിച്ചോ, നോട്ടീസായി ഒട്ടിച്ചോ. ജീവിതത്തിൽ കേൾക്കാത്ത വചന കേട്ടോ. വസ്ത്രത്തെ പറ്റി ശ്രദ്ധിക്കാതായിരുന്നോ? മാന്യനായ ഒരു മനുഷ്യൻ. വലിയോ വലിയെന്ന് പറഞ്ഞ ഒന്നാം തരം മുക്മിനല്ലേ ചങ്ങായി? ഇനി കേട്ടോ, മുഷിഞ്ഞതും കീറിപ്പറിഞ്ഞതും പുതിയതും പഴയതുമൊക്കെ ആ കാലത്തുള്ളതിനനുസരിച്ച് ധരിച്ചു. മാനന്തവാടിയിൽ നിന്ന് മൈസൂർ വനങ്ങളിലേക്കുള്ള ഏകാന്ത പദയാത്രക്കിടയിൽ കാട്ടിക്കുളത്തൊരു ഹോട്ടലിൽ കയറി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ആര്? നമ്മൾ ഔലിയ. എന്നിട്ടോ പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോരാനൊരുങ്ങി. പീഡികക്കാരൻ പിടികൂടി. കയ്യിലൊന്നുമില്ലായിരുന്നു. ഷർട്ടും തുണിയും അയച്ചു വാങ്ങി. അടിവസ്ത്രങ്ങൾ മാത്രം ഉടുത്തുകൊണ്ട് ഷെയ്ഖ് വനത്തിലേക്ക് നടന്നു. മാനന്തവാടി ഉസ്മാൻ ഹാജി മർഹൂം ഈ വിവരം കേട്ടറിഞ്ഞു. എങ്ങനെ? ഹലാല് തിന്നണമെന്നാ മുസ്ലിങ്ങളോട് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാൻ. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? അവനാൻ അനുവദിക്കപ്പെട്ടത്. തൊയ്യിബാണോ? അന്നന്റെ പീടിയെ കയറി പള്ളർച്ചും തിന്ന് പൈസ എടുക്കാതെ ഇറങ്ങിപ്പോന്ന ഇവലി അതേതായാലും ഉമർ മൗലവിന്റെ പോലും ഉണ്ടാവില്ല വിചാരിക്കുക. ചിന്തിച്ചോ. നിങ്ങൾ എഴുതിയതാ. അടുത്ത ഘട്ടം ഞെട്ടിപ്പോവും. മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിൽ. എങ്ങനെ? നിങ്ങളെ വലിയ, ഇത് വലിയല്ലോ, കാഫറാണല്ലോ നിങ്ങളെ ഭാഷയിൽ, പേരോടിന്റെ ഭാഷയിൽ കാഫർ. നിങ്ങളെ വലിയ, നിങ്ങൾ വിളിക്കുന്ന വലിയ പടച്ചോനെ വിട്ട് ഈ പടപ്പുകളെ കൊണ്ട് നിങ്ങൾ ആരാധിപ്പിക്കുന്ന നിങ്ങളുടെ മഅബൂദ്, ആ മഅബൂദ് മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിൽ നടന്നു. ഇക്കാലത്ത് കണക്കില്ലാതെ വെറ്റില ചവച്ചിരുന്നു. ഒരു യഥാർത്ഥ മുസ്ലിമിന് ചേരാത്തതാ അത്. പിന്നീട് താടിമുടികൾ പാടെ നീക്കം ചെയ്തു. കാറിൽ മാത്രമായി യാത്ര ചെയ്തു. താടി പൂർണ്ണമായിട്ട് നീക്കുക എന്നുള്ളത് ഒരു മുക്മിന് ചേർന്നതല്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും താടി വടിക്കൽ ഹറാമാന്നാ പറഞ്ഞത്. ആ ഹറാം ചെയ്യുന്ന വലിയ ഇത് നിങ്ങൾ എഴുതിയതാണ്, നിഷേധിക്കാൻ കഴിയില്ല. പടച്ചോൻ വിചാരിച്ചാൽ ഇനിയും പെർമിഷൻ കിട്ടും. ഇനിയും ഈ നാട് ഇവിടെ ഉണ്ടാകും. സുൽസിലത്ത് വരുന്നതിന് മുമ്പ് ഞങ്ങളിത് സ്ഥാപിക്കും. മലവെള്ളപ്പാച്ചിലൊലിച്ചു പോകുന്ന ചപ്പ് ചണ്ടികളെ പോലെ ഇസ്ലാമിക വിരുദ്ധം നിങ്ങളുടെ ആദർശം, മുജാഹിദുകളുടെ ആദർശം ഇസ്ലാമിക വിരുദ്ധം എന്നല്ല നിങ്ങളെ പോസ്റ്റർ. അടുത്ത് കേട്ടോളിട്ടോ. സ്വർണമോതിരവും ചെയിനും ധരിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. സ്വർണമോതിരെ നബിയുടെ ഒരു സഹാബി സ്വർണമോതിരം ധരിച്ചു. അത് റസൂൽ ഇങ്ങനെ ഊരി വലിച്ചിട്ടെറിഞ്ഞു. ഹറാമ് ധരിക്കാനാണോ നീ ഇഷ്ടപ്പെടുന്നത്? നരകത്തുനിന്ന് ഒരു റിങ്, അഗ്നിജ്വാലയുടെ റിങ് ധരിക്കാൻ നീ ആഗ്രഹിക്കുന്നോ? അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ഇത് വലിച്ചെറിഞ്ഞു.
ഏത് സ്വർണം വലിച്ചെറിഞ്ഞു. ആ സ്വർണം വലിച്ചെറിഞ്ഞിട്ട് റസൂല് പോയപ്പോ സഹാബികൾ പറഞ്ഞ് റസൂല് പോയില്ലേ എടുത്തോ. അദ്ദേഹം പറയാണ്, അത് അവിടെ കിടന്ന് തുരുമ്പ് പിടിച്ചാൽ പോലും ഞാൻ എടുക്കില്ല. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും സഹാബികൾ സ്വർണം ധരിച്ചില്ല. ഹറാമായ സ്വർണം ധരിച്ച വലിയന് ഇസ്ലാമുണ്ടോ? പ്രിയപ്പെട്ടവരെ, എനിക്ക് ക്ലിപ്പിംഗ് ഇടണോ നിങ്ങൾ തീരുമാനിക്കുക. ഈ സക്കാബിമാർക്കൊക്കെ ഈ കേസറ്റ് കൊണ്ട കൊടുക്കുക. ഉളുപ്പുള്ളവരുത്തും പിന്നിടൂല. ഇനി കേട്ടോളി, മാത്രമല്ല പാന്റും കോട്ടും മാത്രമല്ല ടൈ പോലും കെട്ടിയിരുന്നതായി കണ്ടവർ പറയുന്നു. വായനക്കാർക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ആ ജീവിതത്തിൽ അത്ഭുതകരമായ അവസ്ഥാവിശേഷങ്ങൾ, ശരീഅത്തിന്റെ പ്രത്യക്ഷ നിയമങ്ങൾ നാം വിലയിരുത്താതിരിക്കുക. എങ്ങനെ? ശരീഅത്തിന്റെ പ്രത്യക്ഷ നിയമങ്ങൾ നാം വിലയിരുത്താതിരിക്കുക. അങ്ങനെ വിലയിരുത്തിയാൽ ഒരു ലോക്കൽ മുസ്ലിമിന്റെ ക്വാളിറ്റി പോലും സിഎമ്മിനില്ലെന്ന് നിങ്ങൾ എഴുതിയ ആധികാരിക തെളിവ് കൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, സർക്കാർ നമുക്ക് അനുവദിച്ച, പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇത് അവസാനിക്കുമ്പോൾ 5 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോ ഞാൻ എന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, 2 ദിവസം ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയ ക്ലിപ്പിംഗുകളോടെ പ്രവാചകനെ മൊത്തമായി പരിചയപ്പെടുത്തി, ഇസ്ലാമിനെ മൊത്തമായി പരിചയപ്പെടുത്തി, ഖുർആനിനെ മൊത്തമായി പരിചയപ്പെടുത്തി, അള്ളാഹുവിനെ മൊത്തമായി പരിചയപ്പെടുത്തി, സകല മനുഷ്യരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആധികാരികമായി ഞങ്ങൾ നടത്തിയ പ്രസംഗത്തിന് ഒരു പോയിന്റ് പോലും ഖണ്ഡിക്കാതെ, അത് തൊട്ടു നോക്കാതെ അവരെന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും ഞാൻ തീവ്രവാദിയാണെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾക്കറിയുമോ, ഞങ്ങളുടെ അന്നത്തെ പരിപാടിക്ക് ഈ സുന്നി പള്ളിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ ഒട്ടിച്ച സകല നോട്ടീസുകൾ ഇവർ കീറി, നോട്ടീസ് തീയിട്ട് വരെ ചുട്ടു. പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഇനി നിങ്ങൾക്കറിയുമോ, SLCയുടെ പേര് പറഞ്ഞ് ഇവർ മാസ് പെറ്റീഷൻ അയച്ചു പോലീസ് സ്റ്റേഷനിൽ. SLCയുടെ പേര് പറഞ്ഞ് എന്റെ നിയമപാലകരോട്, ഈ നാട്ടിലെ മുസ്ലിങ്ങളോട്, തോരായി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഉറൂസ് നടക്കുന്നുണ്ട്. ഇതേ ദിവസം 6, 7, 8 4 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉറൂസ്, അവർക്കും പെർമിഷൻ കിട്ടിയിരുന്നു. അവിടെ SLCക്ക് പഠിക്കുന്ന മക്കളില്ലേ? അവിടെ മനുഷ്യർ ജീവിക്കുന്നില്ലേ? അവിടെ വീടുകളില്ലേ? നബിദിനത്തിന്റെ ഭാഗമായി ഇനി ഇവര് തന്നെ റോട്ടിലിറങ്ങും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ റോട്ടിൽ പ്രകടനം നടത്തിയിട്ടില്ലാത്ത പ്രസ്ഥാനം, റാലി നയിച്ചിട്ടില്ലാത്ത പ്രസ്ഥാനം, പൊതുമുതലിന് നേരെ ഒരു കല്ലെറിഞ്ഞിട്ടില്ലാത്ത പ്രസ്ഥാനം, ആർത്താല് സംഘടിപ്പിച്ചിട്ടില്ലാത്ത പ്രസ്ഥാനം, അതിന്റെ പേരിൽ പോലീസുകാർക്ക് ഏറെ കൊള്ളേണ്ടി വന്നിട്ടില്ലാത്ത പ്രസ്ഥാനം, ഒരു കടലമണി പോലും എറിയാത്ത പ്രസ്ഥാനം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ച പ്രസ്ഥാനം, ഇമാത്തത്തുൽ അദാനി ത്വരീഖ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ സന്ദേശം സ്വീകരിച്ച പ്രസ്ഥാനം, ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. വേദക്കാരെ, ക്രൈസ്തവരെ, ജൂതന്മാരെ, ഹൈന്ദവരെ, നിങ്ങൾക്കിടയിലും നമ്മൾക്കിടയിലും സമമായ ഒരു ആദർശം, ഏകനായ ദൈവം, ഏകനായ പ്രവാചകൻ, ലോകത്തിനൊരു വേദഗ്രന്ഥം, വേദഗ്രന്ഥങ്ങളുടെ ലാസ്റ്റ് എഡീഷനും ഒടുവിലത്തെ ഗ്രന്ഥവുമായി അറിയപ്പെടുന്ന ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചു. മുജാഹിദ് പ്രസ്ഥാനം മലയാളത്തിൽ ഖുതുബ നടത്തി, ഖുതുബകളിലൂടെ വിപ്ലവം ഉണ്ടാക്കി. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ഏതൊരു ജനതയുടെ ഭാഷയിലാണോ ആ ഭാഷയിലാണ് പ്രവാചകന്മാർ സംസാരിച്ചത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എന്റെ വാക്കുകളോ എന്റെ സമയമോ അധികരിച്ചു പോയെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലെ 3 സൂക്തങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. വമൻ യദൂ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഖ്ലിഫുൽ കാഫിരീൻ. പ്രിയപ്പെട്ടവരെ, 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 117 അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ. വല്ലവനും അള്ളാഹുവിനോടൊപ്പം, അള്ളാഹുവിന് പുറമേ എന്നല്ല, മഅല്ലാഹി, അള്ളാഹുവിനോടൊപ്പം അവന്റെ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ദൈവങ്ങളായി വിളിച്ചു പ്രാർത്ഥിക്കുന്ന പക്ഷം അതിനവന്റെ പക്കൽ യാതൊരു തെളിവുമില്ല. അല്ല പറയുകയാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തെളിവില്ലെന്ന് ആകാശഭൂമികളുടെ തമ്പുരാൻ പറയുന്നു. അവരുടെ ഹിസാബ് പടച്ചവൻ നടത്തും. അവിടെ അല്ല പറയുന്നു, സത്യനിഷേധികൾ ഒരിക്കലും ജയിക്കില്ല. നിങ്ങൾ ഇരിക്കുക, നമ്മുടെ സമാപനം അവസാനിക്കുന്നവരെ നിങ്ങൾ ഇരുന്ന് കേൾക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ
അവർക്ക് തെളിവില്ലെന്ന് അല്ലാഹു പറയുന്നു. അങ്ങനെയുള്ളവൻ സത്യനിഷേധിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പൂനൂര വാദപ്രതിവാദം പരാജയപ്പെട്ടു, കൊട്ടപ്പുറം വാദപ്രതിവാദം പരാജയപ്പെട്ടു, ഉസങ്കടി വാദപ്രതിവാദം പരാജയപ്പെട്ടു. ഇടമുട്ടത്ത് ഇടക്ക് വെച്ച് മുട്ടിപ്പോയി. ആലുവയിൽ ഉച്ചക്ക് പിരിയേണ്ടി വന്നു. കാരണം നിങ്ങൾക്ക് തെളിവില്ല, ആയത്ത് നിങ്ങൾക്ക് തെളിവില്ല, ഹദീസ് നിങ്ങൾക്ക് തെളിവില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വറബത്തിന അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തത. അസ്ഹാബുൽ ഖൗഫിന്റെ പ്രത്യേകത, എസ്എസ്എഫുകാരാ, എസ്കെഎസ്എസ്എഫുകാരാ, മുജാഹിദുകളെ, നിങ്ങൾ ആലോചിക്കുക. ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു. അവന് പുറമെ യാതൊരു ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേ അല്ല. എങ്കിൽ നോക്കൂ, അസ്ഹാബുൽ ഖൗഫ് പറയുന്നത് അല്ലാഹു അല്ലാത്ത ഒരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കില്ല. തീർച്ചയായും ഞങ്ങൾ അന്യായമായ വാക്ക് പറഞ്ഞു പോകും അങ്ങനെ ഞങ്ങൾ ചെയ്താൽ. അപ്പൊ അന്യായമായ വാക്കാണ് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്നത്, മമ്പറന്തങ്ങളെ കാക്കണേ എന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരായത്ത് കൂടെ ഞാൻ പറഞ്ഞല്ലോ. അതെന്താണ്? അതെന്റെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ്. വൈദാ ദുക്കിറല്ലാഹു വഹദഹു ദമാസത്തു ഖുലൂബുൽ ലദീന ലാ യുക്മിനൂന ബില്ലാഖിറതി വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബിശിറൂൻ. 39-ാം അധ്യായം 45-ാമത്തെ വാചകമാണ്. അല്ലാഹുവിനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഹൃദയത്തിൽ അസഹ്യത ഉണ്ടാകും. എന്നാൽ അല്ലാഹുവിന് പുറമെ അമ്പിയാക്കളെ പറ്റി, ഔലിയാക്കളെ പറ്റി, അല്ലാഹുവിന് പുറമെയുള്ള മഹാന്മാരെ പറ്റി പറഞ്ഞാൽ അവർക്ക് സന്തോഷം. ഈ ആയത്തിൽ പറഞ്ഞ ഗുണമാർക്കാണുള്ളത്? അല്ലാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദമാണ്, അത് പിഴച്ച വാദമാണ്, അത് ദൈവയുടെ വാദമാണ്, അത് കടലേക്കറിയേണ്ട വാദമാണ്, അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുന്നവർക്ക് ദേഷ്യമുണ്ടാകും. അല്ലാഹുവിന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പോലും മുജാഹിദ് സംഘാടകർ ഒരുപാട് വേദനിക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകരെ, നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാൻ സാധ്യമല്ല. വസുൽസിലു ഹത്താ യഖൂലു റസൂലു വല്ലദീന ആമനു മഹും മതാ നസ്റുല്ലാഹ്. വിറപ്പിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും, മർദ്ദിക്കപ്പെടും. ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനമാണ്. ഇതിനെ നെഞ്ചിലേറ്റണേ. ഇത് മനുഷ്യ പ്രസ്ഥാനമാണ്, ഇത് മാനവികത പ്രസ്ഥാനമാണ്. എന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിയമത്തിന് വിധേയമായി ഇൻഷാ അല്ലാഹ് ഇനിയും ദൈവം അനുഗ്രഹിച്ചാൽ, ഇവിടുത്തെ നിയമങ്ങൾ അനുകൂലിച്ചാൽ വരും ഞങ്ങൾ 1000 കുതിരശക്തിയോടെ നിങ്ങളുടെ മോചനത്തിന് വേണ്ടി. വയാ ഖൗമി മാലി യദൂഖു മിലൻ നജാത്ത് ഫതദൂനനി ഇലന്നാർ. ജനങ്ങളെ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് മോക്ഷത്തിലേക്കാകുന്നു, നിങ്ങൾ നരകത്തിലേക്കാകുന്നു. 40-ാം അധ്യായം 41-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കി അതിനെ നെഞ്ചിലേറ്റി ധൈര്യസമേതം അത് പ്രഖ്യാപിക്കാനുള്ള ആണത്വം എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ. എല്ലാവരോടും നന്ദി. ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് നേതാക്കന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാവരും ഉണ്ട്. പ്രാർത്ഥന കൊണ്ട്, ശരീരം കൊണ്ട്, നേതൃത്വം കൊണ്ട്, അനവധി ഫോണുകൾ ചെയ്ത് ഞങ്ങളെ മുടക്കിയ, 2 ദിവസം മുടക്കിയവർ, മുടക്കാൻ ശ്രമിച്ചവർ, ഇന്ന് പോലും ഇത് നടക്കരുത് എന്ന് വിചാരിച്ചവർ, അവരെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവർ പേടിക്കുന്നു. എന്തിനൊക്കെയോ അവർ പേടിക്കുന്നു. ഞങ്ങൾ ഇതുവരെ ഒരു മാസ് പെറ്റീഷൻ കൊടുത്തില്ലല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിടത്തും ഞങ്ങൾ സത്യപ്രസ്ഥാനമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. മരണാനന്തര ജീവിതമുണ്ട്. ആ ജീവിതമാണ് സാക്ഷാൽ ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. പ്രൗഢോജ്വലമായി പരിപാടിയെ വിജയിപ്പിച്ച നാഥ നിനക്ക് സ്തുതി, നാഥ നിനക്ക് സ്തുതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.